Okay. Good morning, all of you. Today we are discussing about the methods of redemption, part 2. That means the part 1 is already discussed. Methods of redemption എന്നുള്ളതിൽ part 1 നമ്മൾ already discuss ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി part 2. അപ്പോൾ part 1ന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണോ ക്ലാസ് എടുത്തത് മെത്തേഡ് ഓഫ് റിഡംഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം എന്നർത്ഥം. എന്നാൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് പോയിട്ട് ഈ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ. ഓക്കെ. അപ്പോൾ റിഡംഷൻ എന്താണ്? റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് മീൻസ് റീപേയ്മെന്റ് ഓഫ് ഡിബെഞ്ചേഴ്സ് ഓർ ഡിസ്ചാർജ് ഓഫ് ദ ലിയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഡിബെഞ്ചേഴ്സ്. Then the methods can follow for redemption of debentures are lump sum payment, draw of lots, open market purchase, redemption by conversion. അപ്പോൾ ഈ കാര്യം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ലംപ് സം പേയ്മെന്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സിനുള്ള പണം നമ്മൾ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ശരിക്കും റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുക. അത് 4 തരത്തിലാണ്. ലംപ് സം പേയ്മെന്റ് ഉണ്ട്, ഡ്രോ ഓഫ് ലോട്ട്സ് ഉണ്ട്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഉണ്ട്, റിഡംഷൻ ബൈ കൺവേർഷൻ ഉണ്ട്. അതിൽ ലംപ് സം പേയ്മെന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ലംപ് സം പേയ്മെന്റ് തന്നെ നമ്മൾ 2 രൂപത്തിലുണ്ട്, ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ തന്നെ പ്രോഫിറ്റ് നോട്ട് ഇയർ മാർക്കഡും പ്രോഫിറ്റ് ഇയർ മാർക്കഡ് വിത്ത് സിങ്കിങ് ഫണ്ടും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നെക്സ്റ്റ് മറ്റൊരു മെത്തേഡാണ് സിങ്കിങ് ഫണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. പ്രോഫിറ്റ് ഇയർ മാർക്കഡ് വിത്ത് സിങ്കിങ് ഫണ്ട് ഓർ ഇൻഷുറൻസ് പോളിസി മെത്തേഡാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ ഇൻഷുറൻസ് പോളിസി മെത്തേഡാണ് ഇനി നെക്സ്റ്റ് ഉള്ളത്. Under this method, an insurance policy is taken out for the amount of redemption of debentures. The annual amount to be invested is specified by insurance company, which is called premium. The insurance company agrees to pay a sum of money to the company at the end of period of policy. Here, the interest is not received and hence not brought into books. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുക. അങ്ങനെ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര വർഷത്തേക്കാണ് പോളിസി എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയും ഈ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയും എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ ഇൻഷുറർ എന്ന് പറയും, ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളെ നമ്മൾ ഇൻഷുർഡ് എന്ന് പറയും. ഈ 2 ആളുകൾ തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാവും. അവർ തമ്മിലുള്ള ആ അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടാവും എത്ര വർഷത്തേക്കാണ്, 2 വർഷമോ 5 വർഷമോ 10 വർഷമോ 20 വർഷമോ ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എത്ര വർഷത്തേക്കാണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പൊ അതിൽ നമ്മൾ ഓരോ വർഷവും നമ്മൾ ഇങ്ങനെ പൈസ അടച്ചുകൊണ്ടേയിരിക്കും. ആ അടക്കുന്ന പൈസയെ പറയുന്ന പേരാണ് പ്രീമിയം. ഓരോ വർഷവും നമ്മൾ തവണകളായിട്ട് നമ്മൾ അടക്കും. ആ തവണകളെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയാം. എന്നിട്ട് ഈ വർഷം അവസാനം നമുക്ക് ആ പൈസ എല്ലാം കൂടെ ഒരുമിച്ച് തിരിച്ചു കിട്ടും. ആ തിരിച്ചു കിട്ടുന്നതിനെ നമ്മൾ ക്ലെയിം എന്ന് പറയും. ക്ലെയിം. അപ്പൊ ഇവിടെയും തന്നെ ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കും. അപ്പൊ എത്ര വർഷത്തേക്കാണോ നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ, ഷെയർ അല്ല ഡിബെഞ്ചറാണ്, എത്ര വർഷത്തേക്കാണ് നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തത് അത്രയും വർഷത്തേക്കാണ് നമ്മൾ പോളിസി എടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയ സംഖ്യ നമ്മൾ പ്രീമിയം ആയിട്ട് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അടച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഡിബെഞ്ചറിന്റെ കാലാവധി ഇപ്പൊ 5 വർഷമാണെന്നുണ്ടെങ്കിൽ ആ 5 വർഷത്തേക്കായിരിക്കും നമ്മൾ പോളിസി എടുക്കുക. അങ്ങനെ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ അടച്ച പൈസ എല്ലാം കൂടെ നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ തിരിച്ചു കിട്ടിയാൽ ആ പൈസ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിഡംഷൻ നടത്താൻ പറ്റും. ഇതാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഓക്കെ. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി നോക്കാം നമുക്ക്. In the first and subsequent years,
ആദ്യത്തെ വർഷങ്ങളും പിന്നീടുള്ള വർഷങ്ങളിലും ഒക്കെ നമ്മൾ പ്രീമിയം അടക്കണം. അപ്പൊ ഈ ജേണൽ എൻട്രികൾ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ്, ഓൺ പേയ്മെന്റ് ഓഫ് പ്രീമിയം. നമ്മൾ പ്രീമിയം എന്ന് പറഞ്ഞാൽ ആ തവണകളായിട്ട് അടയ്ക്കുന്നതിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. ആ പ്രീമിയം അടക്കുമ്പോൾ ഉള്ള ജേണൽ എൻട്രി ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പൊ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു അക്കൗണ്ട് ആണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട്. ഓക്കെ, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട്. അപ്പൊ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് അതാണ് നമ്മൾ പ്രീമിയം അടക്കുക. അപ്പൊ ആ പ്രീമിയം അടക്കുമ്പോൾ നമുക്ക് വരുന്ന ആ എക്സ്പെൻസിന്റെ രൂപമാണ് പറയുന്നത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. നമ്മൾ പൈസ കൊടുക്കുക ആയതുകൊണ്ട് ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി ഫോർ സെറ്റിംഗ് അസൈഡ് ദി എമൗണ്ട് ഓഫ് പ്രീമിയം. ഇനി നമ്മൾ ആ പ്രീമിയത്തിനുള്ള ഫണ്ട് എവിടെ നിന്നാണ് എടുക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. ആദ്യം പറഞ്ഞത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ആണ്, ഇവിടെ പറയുന്നത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് ആണ്. അപ്പൊ പോളിസി അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പണം കൊടുക്കുന്നു. എന്നാൽ അത് തൽക്കാലം നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്ക് പ്രോഫിറ്റ് നിന്ന് പൈസ എടുക്കുന്നു. ഇനി നെക്സ്റ്റ്, ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇത് നമ്മൾ എത്ര വർഷം, ഇപ്പൊ 5 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 5 വർഷവും നമ്മൾ ഈ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ലാസ്റ്റത്തെ വർഷം നമ്മൾ നേരത്തെ പറഞ്ഞ 2 എൻട്രിയും ചെയ്ത ശേഷം പിന്നെ നമ്മൾ അധികം ചെയ്യുന്ന, സാധാരണ എല്ലാ കേസിലും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്, പണം കൊടുക്കുന്നതിനുള്ള സമയമാകുമ്പോൾ, ഡ്യൂ ആവുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി. കാരണം നമ്മൾ എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിങ്കിങ് ഫണ്ട് പറഞ്ഞു. അപ്പൊ ആ സിങ്കിങ് ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടുക എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഇവിടെ പോളിസിയിലേക്ക് നമ്മൾ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം കിട്ടും. അങ്ങനെ ക്ലെയിം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് പണം ഇങ്ങോട്ട് കിട്ടുകയാണ്. അപ്പൊ നമ്മൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട്. എന്നാൽ ഓരോ സമയം നമ്മൾ പ്രീമിയം അടക്കുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് എൻട്രിയാണ് നമ്മൾ എഴുതുന്നത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആണ്. അപ്പൊ ആ പണം എല്ലാം കൂടെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട്. ഇനി ഡ്യൂ ആകുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. പിന്നെ പണം കൊടുക്കുന്ന സമയത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇനി നമ്മൾ ഈ നടത്തിയിട്ടുള്ള ഈ ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുത്തത് മൂലം നമുക്ക് ലാഭം ആണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് അതിലേക്ക് നമ്മൾ മാറ്റും. എന്നിട്ട് അതില് ആ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലുള്ള പൈസ ജനറൽ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ് അക്കൗണ്ട്. അപ്പൊ ഇതൊക്കെ സിങ്കിങ് ഫണ്ടിന്റെ അതേ രൂപം തന്നെയാണ് ഈ വരുന്നതൊക്കെ. ഓക്കെ, രണ്ടും സെയിം ആണ്. അപ്പൊ പാർട്ട് 1 നമ്മൾ എന്താണോ ഡിസ്കസ് ചെയ്തത് ഏകദേശം അതേ ജേണൽ എൻട്രി തന്നെയാണ് പാർട്ട് 2 വരുന്നത്. പക്ഷെ ഒന്ന് സിങ്കിങ് ഫണ്ട് ആണ്, ഇവിടെ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി, അതുപോലെ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ഇനി ഇതുവഴിയുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഗ്ലോബൽ കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 4,000 13% debentures of ₹100 each on 1st January 2005, redeemable after 3 years. The company purchased an insurance policy of ₹4 lakh for the redemption of debentures for annual premium of ₹1,28,000 on the date of issue. At the end of 3rd year, policy amount was received and debentures redeemed. Past journal entry and ledger. Okay. ഇവിടെ പറയുന്നത് ഗ്ലോബൽ കമ്പനി ലിമിറ്റഡ് എന്ന ഒരു കമ്പനി 100 രൂപ വിലയുള്ള 4000 ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്തത്. 3 വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതേസമയം ആ ഇഷ്യൂ ചെയ്ത അതേ വർഷം തന്നെ കമ്പനി ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു 4 ലക്ഷം രൂപയ്ക്ക്. കാരണം എന്താ, ഡിബഞ്ചറിന്റെ വില 4 ലക്ഷമാണ്. 4000 ഡിബഞ്ചർ ആണ്. ഒരു ഡിബഞ്ചറിന് 100 രൂപ. അപ്പൊ മൊത്തം 4 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ. ആ 4 ലക്ഷം രൂപയ്ക്ക് തന്നെ ഒരു പോളിസി എടുത്തു. അപ്പൊ 3 വർഷം കഴിഞ്ഞ് ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ക്ലെയിം കിട്ടും, പോളിസി തിരിച്ചു കിട്ടും. അപ്പൊ ആ ക്ലെയിം കിട്ടുമ്പോൾ ആ 4 ലക്ഷം തിരിച്ചു കൊടുത്താൽ മതി എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഇൻഷുറൻസ് പോളിസി എടുത്താൽ ഓരോ വർഷവും
കമ്പനി ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് 1,28,000 രൂപ പ്രീമിയം അടക്കണം. എന്നിട്ട് ഈ മൂന്നാമത്തെ വർഷം കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ റിഡംഷൻ നടത്തുന്നു. അതിന്റെ ജേണൽ എൻട്രി ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജേണൽ എൻട്രി എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ, ഇവിടെ പ്രീമിയോ അല്ലെങ്കിൽ എന്താ പറയാ ഡിസ്കൗണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇഷ്യൂ ചെയ്യുമ്പോഴും ഇല്ല, റിഡീം ചെയ്യുമ്പോഴും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടോ ലാഭമോ ഒന്നും പെടില്ല. അപ്പൊ നോക്കാം. ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു 13% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 4 lakh. നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് 4000 ഡിബഞ്ചർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്ത്. ഒരു ഡിബഞ്ചറിന് 100 രൂപ. അപ്പൊ 4000 × 100 4 ലക്ഷം. ഓക്കെ. അപ്പൊ 4000 ഡിബഞ്ചറിന് നമ്മൾ 4 ലക്ഷം രൂപ. ദെൻ അടുത്തത് നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുത്തു. അതേ വർഷം തന്നെയാണ് നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുത്തത്. അപ്പൊ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് ആനുവൽ പ്രീമിയം ആയിട്ട് 1,28,000 രൂപയാണ് ഒരു വർഷത്തേക്ക് നമ്മൾ അടക്കുന്നത്. ഞാൻ അവിടെ ബോൾഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊരു പുതിയ ജേണൽ പുതിയ അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബോൾഡ് ആക്കി കൊടുത്തത്, ശ്രദ്ധിക്കാൻ വേണ്ടി. അപ്പൊ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 1,28,000. ഇനി നമ്മൾ അതേ വർഷം തന്നെ അവസാനം നമ്മൾ എന്ത് ചെയ്യണം? ഇതിപ്പോ വർഷത്തിന്റെ തുടക്കത്തിലാണ്, January 1, 2005 നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തും പോളിസി എടുത്തത്. ഇനി ആ വർഷ അവസാനം നമ്മൾ ഇതിനുള്ള ഫണ്ട് കണ്ടെത്തേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. അപ്പൊ അതേ 2005 December 31 അന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് 1,28,000. ഇനി അടുത്ത വർഷവും രണ്ടാമത്തെ വർഷം നമ്മൾ എഴുതുന്നത് ഇതേ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ടു ബാങ്ക് 1,28,000. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് 1,28,000. അത് ഒന്ന് January 1 പ്രോഫിറ്റ് നിന്ന് എടുക്കേണ്ടത് 31 December എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ദെൻ അടുത്ത വർഷവും നമ്മൾ ഇത് ചെയ്യും. ഇനി ലാസ്റ്റ് വർഷമാണ്. ഇപ്പോൾ 2005 കഴിഞ്ഞു, 2006 കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വർഷമാണ് 2007. അതിൽ ആദ്യം നമ്മൾ ആനുവൽ പ്രീമിയം അടക്കുക. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് 1,28,000. അതുപോലെ December 31 പ്രോഫിറ്റ് പൈസ എടുത്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് 1,28,000. ഇനി നമുക്ക് ഈ ഓരോ വർഷവും നമ്മൾ പ്രീമിയം 1,28,000 അടച്ചു. ആ 1,28,000 നമ്മൾ അടച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യമായിട്ടാണ് നമ്മൾ അടക്കുന്നത് എങ്കിൽ 1,28,000 × 3. ഓക്കെ. അപ്പൊ നമ്മളോട് പറഞ്ഞത് ഇവിടെ ശരിക്ക് നമുക്ക് ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടുന്നത് 4 ലക്ഷം രൂപയാണ് നമുക്ക് ക്ലെയിം കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോ പൈസ കിട്ടുന്നത് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. പക്ഷെ നമ്മള് യഥാർത്ഥത്തില് നമുക്ക് 3,84,000 മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 1,28,000 വെച്ച് നമ്മൾ 3 പ്രാവശ്യമായിട്ടാണല്ലോ അടച്ചത്, 3 വർഷമാണ് അടച്ചത്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് ഫണ്ട്, അതിലുള്ള ഇൻട്രസ്റ്റ് കൂടുതൽ വരികയാണ് ചെയ്യുന്നത്. നമുക്ക് ആ റിട്ടേൺ ആണ് അതിൽ. അപ്പോ 16,000 രൂപ അധികമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ലെറ്റർ 16,000 ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കുക. 13% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 4 lakh, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 4 lakh. ദെൻ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിൽ 4 ലക്ഷമാണ് ആകെ ഉള്ളത്. അതിനെ മുഴുവനായിട്ട് ജനറൽ റിസർവിലേക്ക് മാറ്റുക. 4 ലക്ഷം 4 lakh. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയാണ് ഇതിലുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലൊരു കൺഫ്യൂഷൻ വരിക എന്നുള്ളത്, ഇൻഷുറൻസ് പോളിസി എടുത്തു, ഒരു വർഷം നമ്മൾ 1,28,000 രൂപയാണ് നമ്മൾ അടക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ വർഷം നമ്മൾ 1,28,000 അടച്ചു.
ദെൻ രണ്ടാമത്തെ വർഷവും 1,28,000 നമ്മൾ അടച്ചു. അപ്പൊ 2,56,000 ആയി. ഓക്കെ. ദെൻ മൂന്നാമത്തെ വർഷവും നമ്മൾ 1,28,000 അടച്ചു. അപ്പൊ നമുക്ക് ശരിക്കും 3,84,000 രൂപയാണ് ശരിക്കും ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, പോളിസി എമൗണ്ട് റിയലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്, അവിടെ നമുക്ക് 4 ലക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ 16,000 രൂപ നമുക്ക് അധികമായിട്ട് കിട്ടിയത് അത് നമ്മുടെ റിട്ടേൺ ആണ്, പ്രോഫിറ്റ് ആണ്. ഓക്കെ. അപ്പൊ ആ കിട്ടിയ പ്രോഫിറ്റിനെയും കൂടെ നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ ഒരു കാര്യം മാത്രമേ ഇതിൽ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ. ഇനി അപ്പൊ ബാക്കിയുള്ള ജേണൽ എൻട്രി ഒക്കെ നമ്മൾ സിങ്കിങ് ഫണ്ടിന്റെ പറഞ്ഞ അതേ രൂപം തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ഇയർ മാർക്ക്ഡ് വിത്ത് സിങ്കിങ് ഫണ്ട് ഓർ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഇനി നോക്കുക, നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ മെത്തേഡ് ആയിരുന്നു റിഡംഷൻ ഇൻ ലംസം. അപ്പൊ ഇവിടെ നമ്മൾ ഹോൾ എമൗണ്ട് പെയ്ഡ് ടു ഡിബെഞ്ചേഴ്സ് ഇൻ ലംസം ഓൺ മെച്യൂരിറ്റി, അതായത് അതിന്റെ കാലാവധി കഴിയുന്ന സമയത്ത് പൈസ ഒന്നായിട്ട് നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതെയാണ് റിഡംഷൻ ലംസം എന്ന് പറയുന്നത്. അത് 2 രൂപത്തിലായിരുന്നു, ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അതിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണ്. ആ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ റിഡംഷൻ നടത്താനുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തിയിരുന്നത് പ്രോഫിറ്റ് എന്നായിരുന്നു. ഇനി നമ്മൾ പ്രോഫിറ്റ് എന്നല്ല എടുക്കുന്നത്, നേരെ ക്യാപിറ്റൽ നിന്ന് എടുക്കുക. വെൻ ഡിബെഞ്ചേഴ്സ് ആർ റെഡീംഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഈസ് നോൺ ആസ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ. അപ്പോൾ ഉള്ള ജേണൽ എൻട്രി ആണ് അവിടെ കൊടുത്തത്. ഡ്യൂ ആവുന്ന സമയത്ത് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ് ഡിബെഞ്ചറിന്റെ വില എന്ന് വെച്ചാൽ അതിനാണ് നമ്മൾ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ, നമ്മൾ റെഡീം ചെയ്യുന്ന പ്രീമിയത്തിനാണെങ്കിൽ ഓക്കെ വിത്ത് ദ എമൗണ്ട് ഓഫ് പ്രീമിയം ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ. പ്രീമിയം അടക്കമുള്ള പൈസയാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. ഇനി ആ പൈസ കൊടുക്കുമ്പോഴോ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, ഇതൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ച, ഇതുവരെ നമ്മൾ ഫോളോ ചെയ്ത സെയിം ജേണൽ എൻട്രീസ് തന്നെയാണ്. ഓക്കെ. ഇനി റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഇഫ് ദ ഡിബെഞ്ചേഴ്സ് ആർ റെഡീം ഔട്ട് ഓഫ് ക്യാപിറ്റൽ, ഇനി നമ്മൾ പ്രോഫിറ്റ് എന്നല്ല ക്യാപിറ്റൽ എന്നാണ് നമ്മൾ റിഡംഷന് വേണ്ടിയിട്ട് ഡിബെഞ്ചർ റെഡീം ചെയ്യാനുള്ള ഫണ്ട് എടുക്കുന്നത് എങ്കിൽ no amount of divisible profit is kept aside for redeemed debentures. നമ്മൾ എന്ത് ചെയ്യണ്ട, ഡിവിഡൻഡിന് വേണ്ടി മാറ്റി വെച്ച പൈസ നമ്മൾ എടുക്കണ്ട. കാരണം ഇതുവരെ നമ്മൾ റിഡംഷന് വേണ്ടിയിട്ടുള്ള പണം എടുത്തത് പ്രോഫിറ്റ് നിന്നായിരുന്നു. അങ്ങനെയാവുമ്പോൾ പ്രോഫിറ്റിന്ന് ഒരു സംഖ്യ നമ്മൾ ഡിവിഡൻഡിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ മാറ്റി വെച്ച പൈസയെന്നാണ് നമ്മൾ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിവിഡൻഡ് കിട്ടുന്നത് ആളുകൾക്ക് കുറയും, ഷെയർ ഹോൾഡേഴ്സിന് കുറയും. ക്യാപിറ്റൽ എന്നാവുമ്പോൾ എന്താണ്, അങ്ങനെ നമ്മൾ പ്രോഫിറ്റിന്ന് അല്ലെങ്കിൽ ഡിവിഡൻഡിന്റെ ഭാഗം ഇതിൽ വരുന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ആ പൈസ കുറയുന്നില്ല. Then next, profits are not utilized for redemption of debentures and may go to the shareholders by way of dividend. അങ്ങനെ നമ്മൾ പ്രോഫിറ്റ് നിന്ന് പണം മാറ്റി വെക്കാത്തത് കൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻഡിൽ കുറവ് വരുന്നില്ല. Then next point ശ്രദ്ധിക്കുക, redemption out of capital reduces the liquid resources available to the company. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് ആണ് ക്യാപിറ്റൽ എന്നുള്ളത്. ആ ക്യാപിറ്റൽ ഇല്ലാതെ ആ ബിസിനസ് നിലനിൽക്കൂല. അപ്പൊ നമ്മൾ റിഡംഷന് വേണ്ടിയിട്ടുള്ള പണം നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് എടുക്കുന്നതോടുകൂടി അതിന്റെ ബ്ലഡ് കുറയും. ബ്ലഡ് കുറയും എന്ന് പറഞ്ഞാൽ അതിന്റെ ജീവനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പൊ അത് നന്നായി പൊരുതേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാപിറ്റൽ കുറയും. ക്യാപിറ്റൽ ഇപ്പോൾ 10 ലക്ഷം രൂപ ഉണ്ട്, അതിനും ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ നമ്മൾ റിഡംഷൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ 10 ലക്ഷം 4 ലക്ഷം കുറയാണ്. ഇനി ബിസിനസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ 6 ലക്ഷം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ലിക്വിഡ് റിസോഴ്സസിൽ കുറവ് വരും എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. Therefore, the company may adopt this method only when it has sufficient surplus funds.
അതുകൊണ്ട് ഈ റിഡംഷൻ നടത്തുന്ന ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് റിഡംഷൻ നടത്തുക എന്നുള്ളത് കമ്പനിന്റെ കയ്യിൽ ആവശ്യത്തിന് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് പ്രോഫിറ്റോ മറ്റ് മെത്തേഡുകളോ ഉപയോഗിക്കണം. ഇനി ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ദി ഫോളോവിങ് കേസസ്. ഇനി ഈ ഔട്ട് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ചെയ്യുമ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിന്റെ ആവശ്യമില്ല. എങ്ങനെയാണെങ്കിൽ ഒന്ന്, ഡിബഞ്ചേഴ്സ് വിത്ത് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 18 months ഓർ ലെസ്. ഒരു 1.5 വർഷം അല്ലെങ്കിൽ 18 മാസം മാത്രമേ ഒരു ഡിബഞ്ചറിന്റെ കാലാവധി ഉള്ളൂ എങ്കിൽ അതിന് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് വേണ്ട. അപ്പൊ അല്ലെങ്കിൽ വേണം എന്നർത്ഥം. അതുപോലെ ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണെങ്കിലും അവിടെ എന്ത് വേണ്ട, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് വേണ്ട. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പൊ ബാക്കി ജേണൽ എൻട്രി നമ്മൾ ഇവിടെ പറഞ്ഞു, സെയിം ജേണൽ എൻട്രി തന്നെയാണ്. പക്ഷെ എടുക്കുന്ന സോഴ്സ് പ്രോഫിറ്റ് അല്ല നമ്മൾ എടുക്കുന്നത്, ക്യാപിറ്റലാണ് നമ്മൾ എടുക്കുന്നത് എന്ന് മാത്രം, റിഡംഷന് വേണ്ടിയിട്ട്. ഓക്കെ. ഇനി നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇതാണ്. ഇവിടെ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, അതിൽ ലംസം പേയ്മെന്റ്, ഈ കാര്യമാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ഡ്രോ ഓഫ് ലോട്ട്സ്, റിഡംഷൻ ബൈ ഡ്രോ ഓഫ് ലോട്ട്സ്, അതുപോലെ റിഡംഷൻ ബൈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ്, റിഡംഷൻ ബൈ കൺവേർഷൻ. അപ്പൊ ഇനി രണ്ടാമത്തെ മെത്തേഡ് റിഡംഷൻ ബൈ ഡ്രോ ഓഫ് ലോട്ട്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. റിഡംഷൻ ബൈ ഡ്രോ ഓഫ് ലോട്ട്സ്. ഇത് പ്രകാരം ദ കമ്പനി redeem its debentures by payment each year of certain proportion. The debentures to be redeemed being selected by lottery method. Then it requires no special accounting treatment. Only the general accounting entries are necessary. അപ്പൊ ഡ്രോവിംഗ് ലോട്ട്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ശരിക്കും നറുക്കെടുക്കുന്നതിനെയാണ് ഡ്രോ ഓഫ് ലോട്ട്സ് എന്ന് പറയും. കുറെ ഉണ്ട്. അപ്പൊ നമ്മൾ മത്സരങ്ങളൊക്കെ, നറുക്കെടുപ്പ് മത്സരം ഉണ്ടാവും. അത് നമ്മൾ കുറെ ഫോമുകൾ ഫില്ല് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഇടുന്നിട്ട് അതിന്ന് നമ്മൾ ഏതെങ്കിലും വിജയികൾ എത്രയാണ്, അപ്പോൾ 2 വിജയികളാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം നമ്മൾ എടുക്കും. അതുപോലെ ഇവിടെ ചെയ്യുന്നത് കമ്പനി ഏതെങ്കിലും കുറച്ച് ഡിബഞ്ചേഴ്സിനെ റെഡീം ചെയ്യാം. അപ്പൊ എടുക്കുന്ന ഡിബഞ്ചർ ഏതാണ് എന്നുള്ളതിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. അല്ലാതെ എമൗണ്ടോ അതിന്റെ പ്രൊസീജിയറിലോ ഒന്നും മാറ്റില്ല. നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിരുന്ന അതേ ജേണൽ എൻട്രി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഡ്യൂ ആകുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, പണം കൊടുക്കുന്ന സമയത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. ഓക്കെ. വേറെ വ്യത്യാസങ്ങളൊന്നും അതിലില്ല. ഇനി അടുത്തത് റിഡംഷൻ ബൈ പർച്ചേസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്, അല്ലെങ്കിൽ റിഡംഷൻ ബൈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ്. അപ്പൊ ഇത് പ്രകാരം കമ്പനി ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയർ കമ്പനി തിരിച്ച് വാങ്ങുകയാണ്. മാർക്കറ്റ് റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ മാർക്കറ്റ് റേറ്റിൽ വാങ്ങുകയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റിഡംഷൻ ബൈ പർച്ചേസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. അല്ലാതെ കാലാവധി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുകയല്ല. കാലാവധി കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ പാർ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂവിനായിരിക്കാം, ഡിസ്കൗണ്ടിനായിരിക്കാം, പ്രീമിയത്തിന്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് റിഡംഷൻ ബൈ പർച്ചേസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. നമ്മുടെ കമ്പനിയുടെ തന്നെ ഡിബഞ്ചർ തിരിച്ചു വാങ്ങിക്കുക. അങ്ങനെ തിരിച്ചു വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒന്നായ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഈ കാര്യം പറയണം. നമ്മൾ ഒരു പെർമിഷൻ, ഒരു ക്ലോസ് അതിൽ വെക്കണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഡിബഞ്ചർ വാങ്ങിക്കും എന്നുള്ളത്. ഓക്കെ. We can let us go through the notes. The articles of association of the company authorize the company for purchasing its own issued debenture from the market directly. Then it is known as redemption of debenture by purchase of own debentures in the open market. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്യണം, അതിൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം ഏത് ഇങ്ങനെ ഒരു ക്ലോസ്, കമ്പനിയുടെ സ്വന്തം ഡിബഞ്ചർ വാങ്ങിക്കുന്നതിനുള്ള അനുമതി. അത് ആ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റൂ. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്.
Advantages of redemption by purchase in the open market. ഒന്ന്, gain on redemption. Ipo on debentures are generally purchased at the time when they are trading below par value. The company gains on their redemption, nominal value of debentures being higher than purchase cost. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, 100 രൂപ വിലയുള്ള ഡിബഞ്ചർ, ആ ഡിബഞ്ചർ നിലവിൽ മാർക്കറ്റിൽ 94 രൂപയാണ് മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില കുറഞ്ഞു. അപ്പൊ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഒക്കെ ഡിബഞ്ചർ വിറ്റാലോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. കാരണം അവർക്ക് നഷ്ടമാണ്, മാർക്കറ്റ് വാല്യൂ വളരെ കുറവാണ്, ആളുകൾക്കൊന്നും വേണ്ട. ആ സമയത്ത് കമ്പനി എന്ത് ചെയ്യുന്നു, അത് വാങ്ങുക. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, നേരെ മറിച്ച് റിഡംഷന്റെ സമയത്താണ് എന്നുണ്ടെങ്കിൽ ആ 100 രൂപ വിലയുള്ള ഡിബഞ്ചർ 100 രൂപ തിരിച്ചു കൊടുക്കണം. പക്ഷെ ഇപ്പൊ തന്നെ നമ്മളത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് 94 രൂപയ്ക്ക് കിട്ടും. 6 രൂപ കമ്പനിക്ക് ലാഭമാണ്. അപ്പൊ റിഡംഷനിൽ നമുക്ക് ഒരു ലാഭം കിട്ടും ആ 4 രൂപയുടെ. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ, റിഡക്ഷൻ ഇൻ ഇൻട്രസ്റ്റ് ബേർഡൻ. നമ്മളൊരു 10 വർഷത്തേക്കാണ് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത്. നമ്മളൊരു 7 വർഷമായപ്പോ നമ്മൾ തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു വാങ്ങി. അങ്ങനെ തിരിച്ചു വാങ്ങിയാൽ പിന്നെ ബാക്കി 3 വർഷം നമ്മൾ എന്ത് ചെയ്യണ്ട, ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. അതും കമ്പനിക്ക് ഒരു നേട്ടമാണ്. കാരണം കമ്പനിന്റെ ഡിബഞ്ചർ കമ്പനി തന്നെ തിരിച്ചു വാങ്ങിയത്, അപ്പൊ പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. പിന്നെ മൂന്നാമത്തത്, സേവിങ് എമൗണ്ട് ഈക്വൽ ടു പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ. That means the company will not be required to pay premium on redemption of debentures in case the terms specified that. എന്ന് പറഞ്ഞാൽ കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, റെഡീം ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിനാണ് റെഡീം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ഈ ഡിബഞ്ചർ തിരിച്ചു വാങ്ങുകയാണെങ്കിൽ, നമ്മൾ തന്നെ തിരിച്ചു വാങ്ങുകയാണെങ്കിൽ പിന്നെ അവിടെ റിഡംഷന്റെ കേസ് വരുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ അന്ന് പ്രീമിയത്തിനാണെന്ന് പറഞ്ഞെങ്കിൽ അതും നമുക്ക് ലാഭമാണ് എന്നാണ്. സോ ദീസ് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് റിഡംഷൻ ബൈ പർച്ചേസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. സോ ദി ഫസ്റ്റ് വൺ, നമുക്ക് പണത്തിന്റെ കാര്യത്തിൽ ലാഭമാണ്. എന്ന് പറഞ്ഞാൽ 100 രൂപ കൊടുക്കേണ്ടടുത്ത് വില കുറയുമ്പോഴേ നമ്മൾ ഇതിന് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുള്ളൂ. മാർക്കറ്റ് പ്രൈസ് കൂടുതലാണെങ്കിൽ നമ്മളിത് ചെയ്യില്ല. അപ്പൊ ആ ലാഭം നമുക്ക് കിട്ടും. രണ്ടാമത്, അതിന് വാങ്ങിയ ശേഷമുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇനി റിട്ടേൺ ചെയ്യുന്നത് പ്രീമിയത്തിനായിരുന്നു എങ്കിൽ, റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിനായിരുന്നു എങ്കിൽ ഇപ്പൊ നമ്മൾ വാങ്ങുന്നതോടുകൂടി ആ പ്രീമിയത്തിന്റെ പൈസ നമുക്ക് ലാഭമാണ്. ഓക്കെ, യെസ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, ഇതിന്റെ ജേണൽ എൻട്രി നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ ഡിബഞ്ചേഴ്സ് വാങ്ങുന്നത് അതിന്റെ ഫേസ് വാല്യൂവിനാണെങ്കിൽ ഒക്കെ സാധാ ജേണൽ എൻട്രീസ് തന്നെയാണ്, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഫേസ് വാല്യൂവിന് തന്നെയാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി ഡിസ്കൗണ്ടിനാണ് നമ്മൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, വില കുറഞ്ഞ സമയത്താണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് ലാഭമാണ്. ആ ലാഭം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഇൻകം ആണ്. ഇൻകം നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇനി പ്രീമിയത്തിനാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നോർമൽ കേസിൽ അങ്ങനെ വാങ്ങാറില്ല. ഇനി ഇൻ കേസ് അങ്ങനെയാണ് വാങ്ങുന്നതെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ, ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ഓക്കെ, അപ്പൊ ഇതാണ് ജേണൽ എൻട്രി. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, ഇതിന് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രാക്ടിക്കൽ സെൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഓൺ 1st January 2010, JK Company Limited made an issue of 8,000 debentures of ₹100 each at 95 per debenture. അപ്പൊ ഇവിടെ ജനുവരി 1-നാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. 8,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഡിബഞ്ചറിന്റെ റേറ്റ് 100 പക്ഷെ ഇവിടെ കമ്പനി അത് ഇഷ്യൂ ചെയ്യുന്നത് 95 രൂപയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ 5 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പൊ കമ്പനിക്ക് നഷ്ടമാണ്. Then the terms of issue provided for redemption of ₹30,000 debentures every year commencing from 2011 either by purchase or drawings at par at company's option. അപ്പൊ കമ്പനി എന്ത് ചെയ്യുന്നു,
ഇങ്ങനെ 30,000 രൂപയുടെ ഡിബഞ്ചർ ഓരോ വർഷവും റെഡീം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. 30,000 രൂപ. നമ്മളെ അടുത്ത് 8,000 ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തത്. 100 രൂപയാണ് ഡിബഞ്ചറിന്റെ വില. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് 8 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ 30,000 രൂപയുടെ ഡിബഞ്ചറാണ് ഓരോ വർഷവും റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ അറ്റ് പാർ ആണ് എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ തന്നെയാണ്. ദെൻ അത് ഏത് മെത്തേഡാണ്, ബൈ പർച്ചേസ് ആണോ ബൈ ഡ്രോയിങ്സ് ആണോ എന്നൊക്കെ ഉള്ളത് കമ്പനിന്റെ ഇഷ്ടമാണ്. ദെൻ നെക്സ്റ്റ് സെന്റൻസ്, ₹10,000 വാസ് ഓൾസോ റിട്ടേൺ ഓഫ് ദ ഡിബഞ്ചർ ഡിസ്കൗണ്ട് ഇൻ 2010 and 2011. അതായത് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത സമയത്ത് 8,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതിൽ 100 രൂപ വിലയുള്ള ഡിബഞ്ചർ ആണ്. അത് 95 രൂപയ്ക്കാണല്ലോ നമ്മൾ കൊടുത്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് 8,000 × 5 രൂപ, അപ്പൊ നമുക്ക് 40,000 രൂപ അവിടെ ഡിസ്കൗണ്ടിന്റെ രൂപത്തിൽ നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അത് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പൊ ഇവിടെ പറയുന്നത് 10,000 രൂപ 2010-ലും 2011-ലും, അപ്പൊ 20,000-ഓളം രൂപ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. ദെൻ ഡ്യൂറിംഗ് ദ ഇയർ 2011, 2011 കമ്പനി പർച്ചേസ്ഡ് ₹16,000 at ₹95 per debenture and ₹14,000 at ₹90 per debenture. 2011 കമ്പനി വാങ്ങി. എന്താ വാങ്ങിയത്? 16,000 രൂപയുടെ ഡിബഞ്ചർ. അത് 95 റുപ്യ വെച്ചിട്ടാ വാങ്ങിയത്. അതുപോലെ 14,000 റുപ്യന്റെ ഡിബഞ്ചർ 90 റുപ്യക്കും വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ജേണൽ എൻട്രി എന്താണ് നമ്മൾ എഴുതുക? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 2010 ജനുവരിയിൽ 8,000 ഡിബഞ്ചർ, 100 രൂപ വിലയുള്ള 8,000 ഡിബഞ്ചർ 95 രൂപയ്ക്ക് കമ്പനി ഇഷ്യൂ ചെയ്തു. ഇനി ഓരോ വർഷവും കമ്പനി എന്ത് ചെയ്യാണ്? 30,000 രൂപയുടെ ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്നുണ്ട്. അതിന് പുറമെ 2010-ലും 2011-ലും 10,000 രൂപ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോഴുള്ള ഡിസ്കൗണ്ടിൽ വരുന്ന 10,000 രൂപ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് 2010-ലും 2011-ലും. പിന്നെ 2011-ൽ കമ്പനി 16,000 റുപ്യന്റെ ഡിബഞ്ചർ 95 റുപ്യ വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്. 14,000 രൂപയുടെ ഡിബഞ്ചർ 90 രൂപ വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്. ദെൻ ജേണൽ എൻട്രി എങ്ങനെ വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആദ്യം ഇഷ്യൂ ചെയ്തത് ഡിസ്കൗണ്ടിനായിരുന്നു. ആദ്യം ആ ജേണൽ എൻട്രി എഴുതണം. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ലെറ്റർ ടു 14% ഡിബഞ്ചേഴ്സ്. അപ്പൊ ഡിബഞ്ചർ 8,000 ഡിബഞ്ചർ ആണ്. ഒരു ഡിബഞ്ചറിന്റെ വില 100 രൂപ. അപ്പൊ ഡിബഞ്ചേഴ്സ് എന്നുള്ളതിന്റെ നേരെ 8 ലക്ഷം രൂപ. എന്നാൽ നമുക്ക് ശരിക്കും കിട്ടിയത് എത്രയാണ്? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ 7,60,000. 7,60,000. 7,60,000 എന്ന് പറഞ്ഞാൽ 8,000 ഡിബഞ്ചർ ഇൻറ്റു ഒരു ഡിബഞ്ചറിന് എത്ര രൂപയാണ് പറഞ്ഞിരുന്നത്? 95 രൂപ. അപ്പൊ 7,60,000 രൂപ. ബാക്കി 40,000 രൂപ ഡിസ്കൗണ്ട് ആണ്. ₹5 × 8,000. ഓക്കെ. ഇനി അപ്പൊ 2010 നമ്മൾ റൈറ്റ്, 2010 ജനുവരി 1-നാണ് ഇത് ചെയ്യുന്നത്. ഇനി 2010 അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 10,000 രൂപ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത് സാധാരണ നമ്മൾ എഴുതി തള്ളുകയാണ്. അപ്പൊ നമ്മളെ പ്രോഫിറ്റിൽ പൈസ ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. അപ്പൊ പ്രോഫിറ്റ് നിന്നാണ് നമ്മൾ ആ പൈസ എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ 40,000 നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ആ 40,000-നെയാണ് നമ്മൾ മെല്ലെ മെല്ലെ ഓരോ 10,000 ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യുക. അപ്പൊ ഇവിടെ 2010-ലും 2011-ലും മാത്രമേ റൈറ്റ് ഓഫ് ചെയ്യുന്നു. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലെറ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 10,000. ഓക്കെ. ഇനി 2011 അവസാനത്തിൽ നമ്മൾ 14% എന്ന് പറഞ്ഞാൽ പുതിയ ഡിബഞ്ചർ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. 16,000 രൂപയുടെ ഡിബഞ്ചർ 95 രൂപയ്ക്കും 14,000 രൂപയുടെ ഡിബഞ്ചർ 90 രൂപയ്ക്കും നമ്മൾ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ജേണൽ എൻട്രി ആണ്. നമ്മൾ തിരിച്ചിങ്ങോട്ട് വാങ്ങുകയാണ്. അപ്പൊ വാങ്ങുമ്പോൾ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ 16,000 രൂപയുടെ ഡിബഞ്ചറും 14,000 രൂപയുടെ ഡിബഞ്ചറും. അപ്പൊ 16,000-ഉം 14,000-ഉം ടോട്ടൽ 30,000 രൂപ.
ഓക്കെ. ടു ബാങ്ക് അക്കൗണ്ട്, യഥാർത്ഥത്തിൽ നമ്മൾ എത്ര കൊടുക്കുന്നത്? 16,000 റുപ്യേണ്ടത് 95 രൂപ വെച്ചിട്ടാണ്. അപ്പോ 16,000 രൂപയുടെ ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ 160 ഡിബഞ്ചർ, 160 × 100 16,000. അത് നമ്മൾ 95 റുപ്യ. പിന്നെ 14,000 രൂപയുടെ ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ 140 ഡിബഞ്ചർ, അത് നമ്മൾ 90 രൂപയ്ക്ക്. അപ്പൊ അത് രണ്ടും കൂടെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് വരിക 27,800, 27,800 രൂപയാണ്. ഓക്കെ. അപ്പൊ ബാക്കി 2,200 നമുക്ക് ലാഭമാണ്. അപ്പൊ ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 2,200. ഓക്കെ. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ പറഞ്ഞു 2010-ലും 2011-ലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 10,000 രൂപ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം റൈറ്റ് ഓഫ് ചെയ്തു, ഇനി വീണ്ടും 10,000 രൂപ റൈറ്റ് ഓഫ് ചെയ്തു. നെക്സ്റ്റ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. നേരത്തെ നമ്മൾ ഡിബഞ്ചർ തിരിച്ചു വാങ്ങിയപ്പോൾ ഉണ്ടായ ലാഭത്തിന് ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 2,200. ഇതാണ് അതിലുള്ള ജേണൽ എൻട്രീസ്. നേരത്തെ നമ്മൾ പഠിച്ചതിന് അത്ര തന്നെ ജേണൽ എൻട്രി നമുക്ക് ഇതിൽ വരുന്നില്ല. ഓക്കെ. പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ. ഇനി ലാസ്റ്റ് പോർഷൻ, റിഡംഷൻ ബൈ കൺവേർഷൻ. കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മാറ്റുക. അപ്പൊ ഇപ്പൊ ഉള്ളതിനെ വേറൊരു രൂപത്തിലേക്ക് അതിനെ മാറ്റാം. ഇപ്പൊ നമ്മള് സ്ഥലം പൈസയാക്കി മാറ്റാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഒന്നിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്ന് പറയുക, അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു വേർഡ് ഡോക്യുമെന്റിനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയും. വേർഡ് ഡോക്യുമെന്റിനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അതിനെ രൂപഭേദം ചെയ്യാം. രൂപത്തിൽ നിന്ന് വേറെ ഒരു രൂപത്തിൽ നിന്ന് വേറെ രൂപത്തിലേക്ക് മാറ്റാം. അപ്പൊ ഇവിടെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഈ ഡിബഞ്ചറിനെ പുതിയൊരു ഡിബഞ്ചർ ആയിട്ടോ പുതിയൊരു ഷെയർ ആയിട്ടോ ഒക്കെ മാറ്റുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്? പൈസ കൊടുക്കണ്ട. ഓക്കെ. പൈസ കൊടുക്കേണ്ടതില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു കമ്പനിയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? കുറച്ച് ഡിബഞ്ചർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു 100 രൂപ വിലയുള്ള ഡിബഞ്ചറാണ്. ആ ഡിബഞ്ചർ ഞാനിപ്പോ ഇഷ്യൂ ചെയ്യുന്നു. നിങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞാൽ ഇതെല്ലാം 50 രൂപ വിലയുള്ള ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഷെയർ ആക്കി മാറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് ഡിവിഡൻഡാ, പ്രോഫിറ്റ് ആണ്. എത്രയാണോ പ്രോഫിറ്റ് ഉള്ളത് അതിന്റെ അനുപാതം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ 5 വർഷം കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണ്ട? ഡിബഞ്ചറിന്റെ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരണ്ട. റിഡംഷൻ നടത്തുമ്പോൾ പൈസ തിരിച്ചു തരണ്ട. കാരണം എന്താണ്? നിങ്ങൾക്ക് അത് നേരെ ഷെയർ ആക്കി മാറ്റുകയാണ്. അപ്പൊ പണം നമുക്ക് കമ്പനിക്ക് നഷ്ടം വരുന്നില്ല, ഷെയർ കൂടുകയും ചെയ്യും. അതിനെയാണ് റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയാം. അപ്പൊ നോക്കാം നമുക്ക്. റിഡംഷൻ ബൈ കൺവേർഷൻ മീൻസ് redeeming the debentures by converting them into new class of debentures or shares. However, the debenture holders would exercise their right of conversion only when they find it benefited from their viewpoint or as agreed as per terms of issue. The new shares or debentures can be issued at par, premium or discount. അപ്പൊ ഇങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ സമ്മതം വേണം. അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ പറയണം 5 വർഷം കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ അതിന് താല്പര്യമുള്ളവരെ അത് വാങ്ങിച്ചാൽ മതി. അപ്പൊ ആ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ചിലപ്പോൾ ഡിസ്കൗണ്ടിനായിരിക്കാം, പ്രീമിയത്തിനോ ഫേസ് വാല്യൂനോ ഒക്കെ ആയിരിക്കാം ഇഷ്യൂ ചെയ്യും. ഓക്കെ. അപ്പൊ നിലവിലുള്ള ഡിബഞ്ചർ മറ്റൊരു ഷെയർ ആയിട്ടോ ഡിബഞ്ചർ ആയിട്ടോ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയും. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി നോക്കാം നമുക്ക്. ഒരു ചെറിയ ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൽ വളരെ കുറച്ച് ജേണൽ എൻട്രി വരുള്ളൂ. ഫുള്ളായിട്ട് മിക്സ് ആയി പോകും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, നിങ്ങൾ ആദ്യം ഈ കുറച്ച് ഭാഗമേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-3 സ്ലൈഡും കൂടെ ഉള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ ഏരിയ ഫുൾ ഒന്ന് കേൾക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വീഡിയോ നിങ്ങൾ പോസ് അടിച്ച് പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ ടൈം കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ടാണ്
നമ്മൾ പെട്ടെന്ന് പോർഷൻസ് കവർ ചെയ്ത് പോകുന്നത്. കുറഞ്ഞ സമയമാണ് നമുക്ക് ഈ പോർഷനൊക്കെ കവർ ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം നിലവിലുള്ള ഡിബഞ്ചറിനെ പുതിയ ഒരു ഷെയർ ആക്കി മാറ്റും. ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഡിബഞ്ചർ ഞാൻ തിരിച്ചു വാങ്ങുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൈസ തരണം. ഇവിടെ പറയുന്നത് ഞാൻ തിരിച്ചു വാങ്ങുന്നില്ല, പകരം അതിനെ നേരെ ഷെയർ ആക്കി മാറ്റുകയാണ്. ഓക്കെ. അപ്പൊ ഒരു കമ്പനി, എ കമ്പനി ഇഷ്യൂഡ് 10,000 12% debentures of 100 each at a discount of 10%. And the debenture holders were given the option to convert debentures into equity shares of ₹10 each to be issued at a premium of 20%. The number of equity shares to be issued in exchange for debenture of ₹72,000 would be as follows. എന്ന് പറഞ്ഞാൽ 10,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരുന്നു. 100 രൂപ വരെയുള്ള 10,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് 10% ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തത്. അതിനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഷെയർ ആയിട്ട് 10 രൂപ വിലയുള്ള ഷെയർ ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അത് 72,000 രൂപയുടേതാണ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ അതിന്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? എനിക്ക് നോക്കുക. ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി കൺവേർട്ടഡ്. 72,000 രൂപയുടെ ഡിബഞ്ചർ മാത്രമേ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം അത്ര ആളുകൾക്ക് അത് സമ്മതം ഉണ്ടാവുള്ളൂ, മറ്റൊരൊന്നും ചിലപ്പോൾ സമ്മതിച്ചിട്ടുണ്ടാവില്ല. ദെൻ അത് തന്നെ നമ്മൾ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തിരുന്നത്. ഓക്കെ. അപ്പൊ 7,200 രൂപ അതിൽ നമ്മൾക്ക് കുറവ് വരും. ദെൻ ബാക്കി ശരിക്കും കൺവേർഷനിൽ വരിക അപ്പൊ എത്രയാണ്? 64,800 രൂപ. ഞാൻ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യനിൽ പറയുന്നു a company issued 10,000 debentures of 100 each at a discount of 10%. Okay. 10,000 ഡിബഞ്ചർ, 100 രൂപ വരെയുള്ള 10,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് 10% ഡിസ്കൗണ്ടിനാണ്. എന്നിട്ട് അവസാനം പറയുന്നത് 72,000 ഡിബഞ്ചർ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഓക്കെ. അപ്പൊ ഫേസ് വാല്യൂ 72, കൺവേർട്ട് ചെയ്യാൻ പോകുന്ന ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ 72,000 ആണ്. പക്ഷെ ഈ 72,000 നമ്മൾ വാങ്ങിയ സമയത്ത് നമുക്ക് 7,200 കുറവാ കിട്ടിയത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ എത്രയുള്ളൂ? 64,800 ഉള്ളൂ. ഈ 64,800 രൂപ വരെയുള്ള ഡിബഞ്ചറിന്റെ യഥാർത്ഥ വില 72,000 ആണ് ഫേസ് വാല്യൂ. ഓക്കെ. ഇനി നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്, ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഒരു ഷെയറിന്റെ വില 10 രൂപയാണ്. 10 രൂപ വിലയുള്ള ഷെയർ ആയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. ദെൻ പ്രീമിയത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. 20% പ്രീമിയം. അപ്പൊ 10 രൂപയുടെ 20% എന്ന് പറയുമ്പോൾ 2 രൂപ, ടോട്ടൽ 12 രൂപ. ഓക്കെ. പുതിയ ഈ നിലവിലെ ഡിബഞ്ചറിനെ പുതിയ ഷെയർ ആക്കി മാറ്റുമ്പോൾ ഉള്ള കാൽക്കുലേഷനാ പറയുന്നത്. പുതിയ ഷെയറിന്റെ വില 10 രൂപയാണ്. 20% പ്രീമിയത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ 12 രൂപയാവും. 10 രൂപ വിലയുള്ള ഷെയർ 12 ആവും. ഇനി അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ. അപ്പൊ യഥാർത്ഥത്തിൽ എത്രയാണ്? 64,800 ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പൊ 64,800 ഡിവൈഡഡ് ബൈ 12 രൂപ. 64,800 എന്ന് പറഞ്ഞാൽ ഡിബഞ്ചറിന്റെ സമയത്ത് നമുക്ക് കിട്ടിയ പൈസ. 12 എന്ന് പറഞ്ഞാൽ ഷെയറിന്റെ ഇപ്പൊ പ്രീമിയം ഉൾപ്പെടെയുള്ള വില. അപ്പൊ 5,400. ഓക്കെ. അപ്പൊ എന്താണ്? 5,400 ഷെയർ ഉണ്ടാവും ഇവർക്ക്. ഇനി 5,400 ഷെയറിന്റെ ഫേസ് വാല്യൂ 54,000 ആണ്. കാരണം ഒരു ഷെയറിന് 10 രൂപയാണ്. ഇവിടെ നമ്മൾ പ്രീമിയം അടക്കമുള്ള എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫേസ് വാല്യൂ 10 രൂപയാണ്. അപ്പൊ 5,400 ഷെയർ ഇൻറ്റു ₹10, 54,000. ദെൻ അതിന് നമ്മൾ എന്താണ്? പ്രീമിയം, ആഡ് പ്രീമിയം 2 രൂപ, 10,800, ടോട്ടൽ 64,800. ഓക്കെ. അതിന്റെ ജേണൽ എൻട്രി ആണ് ഫോർ കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻടു ഇക്വിറ്റി ഷെയർസ്. അപ്പൊ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത സമയത്ത് ജേണൽ എൻട്രി ഉണ്ടാവുക ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ആണ്. ഡിബഞ്ചറിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് അപ്പൊ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇനി ഇവിടെ എന്താണ്? അതിനെ കൺവേർട്ട് ചെയ്യുക. അപ്പൊ അത് ക്യാൻസൽ ആവണം. ആ ഡിബഞ്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ. പുതിയ ഇപ്പൊ പഴയ ഡിബഞ്ചർ പുതിയ ഷെയർ ആയി മാറും.
ഓക്കെ, അത്രയേ ഉള്ളൂ അതിന്റെ ഡിവെഞ്ചർ. ഇനി അത് പ്രീമിയത്തിനാണെങ്കിൽ അവിടെ ടു ഇക്വിറ്റി ഷെയർ പ്രീമിയം എന്ന് വരും. ഇനി അതല്ല ഡിസ്കൗണ്ടിനാണെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നുള്ളതിനെ ഡെബിറ്റും ചെയ്യും. വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ അതിൽ ഇല്ല. അപ്പൊ കുറച്ചധികം ഏരിയ കുറച്ചധികം ടോപ്പിക് ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ വളരെ സില്ലി ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഈ ഫുള്ളായിട്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾ എല്ലാ ആളുകളും കേൾക്കുക. എന്നിട്ട് പോസ് അടിച്ച് ഓരോ പോർഷൻ ആണ് നിങ്ങൾ കേൾക്കേണ്ടത്. അങ്ങനെയാണ് അത് പഠിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.